പ്രിയപ്പെട്ടവരെ, ഭാരത ക്രൈസ്തവ സഭയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന തോമാ ശ്ലീഹായെക്കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സാന്തോം സ്മൃതി. പ്രഗത്ഭരായ എഴുത്തുകാർ രചിച്ച ചരിത്രപരമായ വസ്തുതകളാണ് ഇതിൻ്റെ ഉള്ളടക്കം. പുസ്തക രൂപത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെ ദൃശ്യശ്രാവ്യ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എഴുത്തുകളെല്ലാം ഒരേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഈ സംരംഭത്തിലെ സാങ്കേതിക പോരായ്മകളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാന്തോം സ്മൃതി വിശുദ്ധ തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 1950 വാർഷിക സ്മരണിക. തൃശൂർ അതിരൂപത പ്രസിദ്ധീകരണം. സാന്തോം സ്മൃതി. സാന്തോം സ്മൃതി എന്ന പുസ്തകത്തിൻ്റെ ദൃശ്യശ്രാവ്യ രൂപത്തിലെ ഒരു അധ്യായം കേൾക്കാം. ഇന്ത്യയും തോമസ് അപ്പസ്തോലനും. റവറൻ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ. മാർ തോമാ ശ്ലീഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തെ ഇനിയും സംശയിക്കുന്നവർക്കായി തൃശൂർ രൂപതയുടെ പ്രഥമ അധ്യക്ഷൻ ഡോക്ടർ അഡോൾഫ് എഡ്വിൻ മെഡ്ലിക്കോട്ട് ചരിത്രത്തിൻ്റെയും തെളിവുകളുടെയും വെളിച്ചത്തിൽ 1905 ലണ്ടനിൽ പ്രസിദ്ധീകരിച്ച ഇന്ത്യയും തോമസ് അപ്പസ്തോലനുമെന്ന ഗവേഷണ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുകയാണ് റവറൻ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ. ഡോക്ടർ അഡോൾഫ് എഡ്വിൻ മെഡ്ലിക്കോട്ട് 1838 മുതൽ 1918 വരെ തൃശ്ശൂരിൻ്റെ പ്രഥമ മെത്രാനായിരുന്നു. 1887 മുതൽ 1896 വരെ പുനരൈക്യ ശ്രമങ്ങൾക്കും വിദ്യാഭ്യാസ പ്രേക്ഷിതത്വത്തിനും വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന അദ്ദേഹം സഭയ്ക്കും സമുദായത്തിനും കനത്ത സംഭാവനകൾ നൽകി. വരും തലമുറകൾ അദ്ദേഹത്തെ അനുസ്മരിക്കുക. ഒരർത്ഥത്തിൽ താൻ വിരചിച്ച ഒരു പുസ്തകത്തിൻ്റെ പേരിലായിരിക്കും വിശുദ്ധ തോമസ് ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ 1905 ലണ്ടനിൽ പ്രസിദ്ധീകരിച്ച ഈ കൃതിയെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിനാണ് ഈ ലേഖനം. കേരള സഭാ ചരിത്രം പഠിക്കുന്നവരും ഏറ്റവുമധികം ആശ്രയിക്കുന്ന ആധികാരിക ഗ്രന്ഥം മറ്റൊന്നല്ല. ഉദ്യത ഗ്രന്ഥത്തിൻ്റെ പൂർണ്ണനാമം ഇപ്രകാരമാണ്: ഇന്ത്യയും തോമസ് അപ്പസ്തോലനും. തോമസിൻ്റെ നടപടികളുടെ ഒരു വിമർശനാത്മക അപഗ്രഥന അന്വേഷണം. ഒരു ഗവേഷക പ്രബന്ധത്തിൻ്റെ ഗാംഭീര്യവും ഉൾക്കാമ്പുമുള്ള ഈ പുസ്തകത്തിൽ 6 അധ്യായങ്ങളാണുള്ളത്. തുടർന്ന് സുദീർഘവും പ്രൗഢഗംഭീരവുമായ ഒരു അനുബന്ധവും. തോമസ് അപ്പസ്തോലനും ഇന്ത്യൻ രാജാവായ ഗോണ്ടഫറസും തമ്മിലുള്ള ബന്ധം നാണയങ്ങളുടെയും പുരാലിഖിതങ്ങളുടെയും അടിസ്ഥാനത്തിൽ എന്നതാണ് 1-ാം അധ്യായം. തോമസിൻ്റെ നടപടികൾ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ കർത്താവ് തൻ്റെ സുവിശേഷം ഇന്ത്യയിലെത്തിക്കാൻ തോമാ ശ്ലീഹായെ ചുമതലപ്പെടുത്തിയെന്നും ഗോണ്ടഫറസ് രാജാവിൻ്റെ മന്ത്രിയായ ഹാബാനുമൊന്നിച്ച് അദ്ദേഹം ഇവിടെ വന്ന് ഒടുവിൽ രക്തസാക്ഷിത്വം വരിച്ചുവെന്നുമാണ്. എന്നാൽ ഗോണ്ടഫറസ് വെറും സാങ്കല്പിക കഥാപാത്രം ആണെന്നും അതിനാൽ തോമസിൻ്റെ ഇന്ത്യൻ പ്രേക്ഷിതത്വത്തിന് ചരിത്രപരതയില്ലെന്നും കരുതപ്പെട്ടിരുന്നു. പക്ഷേ അഫ്ഗാനിസ്ഥാൻ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട നാണയങ്ങളും അവയുടെ ചിത്രങ്ങളും ലിഖിതങ്ങളും മറ്റൊരു ചിത്രം നൽകുന്നതായി മെഡ്ലിക്കോട്ട് മെത്രാൻ സമർത്ഥിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഇൻഡോ സ്കീതിയൻ വംശജനും മാർത്തോമായുടെ സമകാലീനനുമായ ഗോണ്ടഫറസിൻ്റെ ചിത്രവും ലിഖിതവുമുള്ള നാണയങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഗോണ്ടഫറസ് രാജാവിൻ്റെ ചരിത്രപരതയോ തോമസിൻ്റെ നടപടികളിൽ കാണുന്ന സംഭവങ്ങളുടെ സാധ്യതയോ തള്ളിക്കളയാനാവില്ല. തോമസ് ഇന്ത്യയുടെ അപ്പസ്തോലൻ എന്നതാണ് 2-ാം അധ്യായം. തോമസ് അപ്പസ്തോലൻ ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിച്ചു എന്നും പിന്നീട് രക്തസാക്ഷിത്വ മകുടമണിഞ്ഞുവെന്നും ഉള്ളതിനുള്ള സാക്ഷ്യങ്ങളും തെളിവുകളുമാണ് ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം. ഇതിൽ 5 ഭാഗങ്ങൾ കാണാം.
പൗരസ്ത്യ സുറിയാനി സഭയിലെ വേദപാരംഗതനും ഡീക്കനും വിശുദ്ധനുമായ അഫ്രൈമിൻ്റെ കീർത്തനങ്ങൾ. ഇവ നൂറ്റാണ്ടുകളോളം അജ്ഞാതമായി കിടന്നിരുന്നതാണ്. ഒന്നാം ഭാഗത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നു: മാർ അഫ്രൈം വിരചിച്ച പ്രാർത്ഥനകൾക്കും കീർത്തനങ്ങൾക്കും പുറമേ അന്ത്യോക്യായിലെ യാക്കോബ്, ബാറ്റ്നയിലെ യാക്കോബ് എന്നിവരുടെ കീർത്തന സമുച്ചയങ്ങളും തോമസ് ഇന്ത്യയുടെ അപ്പസ്തോലനാണെന്ന് തെളിയിച്ചു എന്നാണ് മെഡ്ലിക്കോട്ടിൻ്റെ പണ്ഡിതമതം. സുറിയാനി സഭയുടെ ആരാധനാക്രമ പുസ്തകങ്ങളും പഞ്ചാംഗങ്ങളും പഠന വിഷയമാക്കുന്നതാണ് രണ്ടാം ഭാഗം. മൂന്നാം ഭാഗത്ത് മെഡ്ലിക്കോട്ട് മെത്രാൻ ആശ്രയിക്കുന്നത് വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ, വിശുദ്ധ അംബ്രോസ്, നോളായിലെ വിശുദ്ധ പൗളിനൂസ്, വിശുദ്ധ ജോൺ ക്രിസോസ്തോം, ടൂൾസിലെ വിശുദ്ധ ഗ്രിഗറി തുടങ്ങിയ പാശ്ചാത്യ സഭാപിതാക്കന്മാരുടെ സാക്ഷ്യങ്ങളാണ്. തോമസ് അപ്പസ്തോലൻ പ്രവർത്തിച്ചതും മരണമടഞ്ഞതും ഇന്ത്യയിലാണെന്ന് എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടുള്ളവരാണ് ഇവരെല്ലാം. തോമസ് ശ്ലീഹ ഇന്ത്യയിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചു എന്നു തെളിയിക്കാൻ ലത്തീൻ സഭയിലെ പ്രാചീന പഞ്ചാംഗങ്ങൾ, കൂദാശാക്രമം, രക്തസാക്ഷി വംശാവലി മുതലായവയാണ് നാലാം ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഗ്രീക്ക് അബിസീനിയൻ സഭകളുടെ ആരാധനാക്രമപരമായ പുസ്തകങ്ങളും സാക്ഷ്യങ്ങളുമാണ് അഞ്ചാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മെഡ്ലിക്കോട്ടിൻ്റെ നിഗമനപ്രകാരം സംക്ഷേപിക്കാം. ഇത്രയേറെ സാക്ഷ്യങ്ങളും തെളിവുകളുമുള്ള സ്ഥിതിക്ക് തോമസ് അപ്പസ്തോലൻ്റെ ഭാരത പര്യടനവും രക്തസാക്ഷിത്വവും അവിശ്വസിക്കുന്നത് ചരിത്രപരമായി തെറ്റാണ്. വിശുദ്ധ തോമസിൻ്റെ ഇന്ത്യൻ കബറിടമാണ് 3-ാം അധ്യായത്തിലെ ചർച്ചാവിഷയം. തോമസ് ശ്ലീഹ ഇന്ത്യയിലാണ് പ്രസംഗിച്ചതും രക്തസാക്ഷിത്വം വരിച്ചതും എന്നതിനുള്ള വലിയ ഒരു തെളിവാണ് പ്രസ്തുത കബറിടം. അദ്ദേഹത്തിൻ്റെ കബറിടം ലോകത്തിൽ മറ്റൊരിടത്തും ഇല്ല. 6-16 നൂറ്റാണ്ടുകൾക്കിടയിൽ ഈ കബറിടം സന്ദർശിച്ച വിശുദ്ധരോ വിദേശ സഞ്ചാരികളോ ആയ 9 പേരുടെ ചരിത്ര സാക്ഷ്യങ്ങൾ ഇവിടെ അപഗ്രഥിക്കപ്പെട്ടിരിക്കുന്നു. കബറിടത്തെ സംബന്ധിച്ച് ചില പോർച്ചുഗീസ് ഗ്രന്ഥകർത്താക്കൾ പ്രചരിപ്പിച്ച അബദ്ധധാരണകൾ ദൂരീകരിക്കുന്നതിൽ മെഡ്ലിക്കോട്ട് വിജയിച്ചിട്ടുണ്ട്. എദേസായിലുള്ളത് വിശുദ്ധനെ ആദ്യമായി സംസ്കരിച്ച ഇടമല്ലെന്നും മൈലാപ്പൂരിൽ നിന്ന് കൊണ്ടുപോയ പൂജ്യാവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം മാത്രമാണെന്നും ചരിത്രകാരനായ മെഡ്ലിക്കോട്ട് അസന്നിഗ്ധമായി അവകാശപ്പെടുന്നു. ടൂർസിലെ വിശുദ്ധ ഗ്രിഗറി 590, ആൽഫ്രഡ് രാജാവിൻ്റെ ദൗത്യസംഘം മാർക്കോ പോളോ 1293, മോണ്ട് കോർവിനോയിലെ ഫ്രയർ ജോൺ 1292 മുതൽ 1293 വരെ, ഡെറിക് 1324 മുതൽ 1325 വരെ, ജോൺ ഡി മരിഞ്ഞോളി മെത്രാൻ 1349, നിക്കോളോ ഡി കോണ്ടി 1425 മുതൽ 1430 വരെ, മത്തായിയുടെ മകൻ അമർ 1430, നെസ്തോറിയൻ മെത്രാന്മാർ 1504 എന്നിവരുടെ കുറിപ്പുകളും സാക്ഷ്യങ്ങളുമാണ് മെഡ്ലിക്കോട്ടിൻ്റെ അന്തിമ തീരുമാനത്തിന് ആധാരം. അപ്പസ്തോലനെ സംബന്ധിച്ച കൂടുതൽ ചരിത്ര പാരമ്പര്യ രേഖകൾ അവതരിപ്പിക്കുന്നതാണ് 4-ാം അധ്യായം. 6 വിഷയങ്ങളാണ് ഇതിൽ മെഡ്ലിക്കോട്ട് പണ്ഡിതോചിതമായി പ്രതിപാദിച്ചിട്ടുള്ളത്. 1. എദേസായിലെ അപ്പസ്തോലാവശിഷ്ടങ്ങളും തുടർന്നുള്ള സ്ഥലം മാറ്റവും. 2. അപ്പസ്തോലൻ്റെ രക്തസാക്ഷിത്വ സ്ഥിരീകരണം. 3. രക്തസാക്ഷിത്വം സംബന്ധിച്ച വ്യത്യസ്ത സാക്ഷ്യങ്ങൾ. 4. അപ്പസ്തോലനെ സംബന്ധിച്ച പാരമ്പര്യങ്ങൾ. 5. കലാമിന എന്ന തർക്കവിഷയം. 6. ടോളമിയുടെ മലിയാർഫ. മൈലാപ്പൂരിൽ അടക്കം ചെയ്യപ്പെട്ട തോമസ് അപ്പസ്തോലൻ്റെ അസ്ഥികൾ ഒന്നുകിൽ സഹോദരന്മാരിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യാപാരി എദേസയിലേക്ക് സംവഹിച്ചുവെന്നും അവ നൂറ്റാണ്ടുകളോളം അവിടെ സ്ഥിതി ചെയ്തിരുന്നുവെന്നും അനേകം ആധികാരിക ഗ്രന്ഥങ്ങളും പഠനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിച്ചിരിക്കുന്നു. കാലാന്തരത്തിൽ എദേസായുടെ ഭരണം തുർക്കികളുടെ കയ്യിലായി. അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരുന്ന ദൈവാലയം ആക്രമിക്കപ്പെട്ടു.
തദ്ദേശവാസികൾ ആ തിരുശേഷിപ്പുകൾ കണ്ടെടുത്ത് കടൽ തീരത്തു നിന്ന് അകലെയുള്ള ചിയോസ് ദ്വീപിലേക്ക് മാറ്റി. ചിയോസിൽ നിന്ന് അവ 1258 ഒർത്തോണ കത്തീഡ്രലിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. 1566 ഈ ദൈവാലയവും ആക്രമിക്കപ്പെട്ടെങ്കിലും അതേ വർഷം തന്നെ തിരുശേഷിപ്പുകൾ യഥാസ്ഥാനത്ത് പുനഃസ്ഥാപിതമായി. ഹെറാക്ലിയോൺ തോമസിൻ്റെ രക്തസാക്ഷിത്വം നിഷേധിച്ചത് തള്ളിക്കളയുന്നതിലും വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിച്ചുവെന്നതിനുള്ള തെളിവുകൾ അവതരിപ്പിക്കുന്നതിലും ഗ്രന്ഥകർത്താവ് വളരെ മികവ് പുലർത്തിയിട്ടുണ്ട്. അപ്പസ്തോലൻ കൊല്ലപ്പെട്ട രീതിയെക്കുറിച്ച് അഭിപ്രായ ഐക്യമില്ല. രാജാവ് കൊല്ലിച്ചതാണ്, പൂജാരി വക തിരുത്തിയതാണ്, മയിൽവേട്ടക്കാരൻ്റെ അമ്പ് അബദ്ധവശാൽ തറച്ചു കയറി മരണപ്പെട്ടതാണ് അടങ്ങിയ ഭാഷ്യങ്ങൾ ഈ പുസ്തകത്തിൽ പഠന വിഷയമാക്കിയിരിക്കുന്നു. അതേസമയം അദ്ദേഹം കൊല്ലപ്പെട്ടതാണെന്നും മൈലാപ്പൂരിലാണ് സംസ്കരിക്കപ്പെട്ടതെന്നുമാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. തോമസിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പാരമ്പര്യങ്ങൾ വിശദമായി വിശകലനം ചെയ്തതിനു ശേഷം ഗ്രന്ഥകാരൻ ഇപ്രകാരം സംക്ഷേപിക്കുന്നു. 1. കാസ്പിയൻ കടലിൻ്റെ തെക്കും താഴോട്ട് ദക്ഷിണ പേർഷ്യയിലെ കർമാനിയ വരെയും പല രാജ്യങ്ങളിൽ അപ്പസ്തോലൻ വചനം പ്രഘോഷിച്ചിട്ടുണ്ട്. 2. ആദ്യത്തെ അപ്പസ്തോലിക യാത്രയിലാണ് ഗോണ്ടാഫറസിനെ കണ്ടുമുട്ടാൻ കൂടുതൽ സാധ്യത. 3. കന്യകാമറിയത്തിൻ്റെ മരണശേഷമുള്ള തൻ്റെ 2ാം യാത്രയിലാണ് ആഫ്രിക്ക, എത്യോപ്യ, സൊക്കാട്ര എന്നീ സ്ഥലങ്ങളിൽ സന്ദർശിച്ചതിനു ശേഷം ശ്ലീഹ കൊടുങ്ങല്ലൂർ എത്തിയത്. 4. മലബാറിൽ നിന്ന് കൊറാമാണ്ടൽ തീരത്തേക്ക് യാത്ര ചെയ്യുക വിശുദ്ധന് പ്രയാസമായിരുന്നില്ല. 5. കൊറാമാണ്ടൽ തീരത്തു തന്നെ ആയിരുന്നിരിക്കും അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഇത് മലബാർ കൊറാമാണ്ടൽ തീരങ്ങളിൽ പ്രാബല്യത്തിലായ പൊതു ക്രൈസ്തവ പാരമ്പര്യമാണ്. തോമസിൻ്റെ രക്തസാക്ഷിത്വം കലാമിന എന്ന സ്ഥലത്തായിരുന്നു എന്ന തർക്കവിഷയം തൻ്റെ പുസ്തകത്തിൽ ചർച്ച ചെയ്തിരിക്കുന്നു. തോമായുടെ നടപടികളിലോ മറ്റു ആദ്യകാല ലിഖിതങ്ങളിലോ മാറഫ്രേമിൻ്റെ രചനകളിലോ ഈ പദമില്ല. എന്നാൽ 7ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഏതാനും ഗ്രീക്ക്, ലത്തീൻ, സുറിയാനി ഗ്രന്ഥകർത്താക്കളിലാണ് നാം ഇത് കാണുക. പിന്നീടത് അപ്പസ്തോലന്മാരുടെ വിവരപ്പട്ടികയിൽ ഇടം നേടി. സ്ഥലനാമം എന്നർത്ഥമുള്ള കലയും സുറിയാനി ഭാഷയിൽ തുറമുഖത്തെ ദ്യോതിപ്പിക്കുന്ന എൽമിനയും ചേർന്നുള്ള ഒരു കൂട്ടുപദമാണിതെന്നും സെമിറ്റിക് പദം അല്ലെന്നും മെഡ്ലിക്കോട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നായിരിക്കാം അപ്പസ്തോലൻ്റെ അവശിഷ്ടങ്ങൾ എദേസയിലേക്ക് കൊണ്ടുപോയതെന്നും രക്തസാക്ഷിത്വം അവിടെയായിരുന്നു എന്നുള്ളത് ഒരു പിൽക്കാല വ്യാഖ്യാനമാണെന്നും അദ്ദേഹം വിശകലനം ചെയ്തിരിക്കുന്നു. ഇന്ത്യ തോമസിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചു എന്നത് തെളിയിക്കാൻ കലാമിന പ്രശ്നം പരിഹരിക്കേണ്ടത് അത്യാവശ്യമായ ഒന്നല്ല എന്നാണ് ഗവേഷകൻ്റെ പക്ഷം. ഈ അധ്യായത്തിൻ്റെ അവസാനത്തിലാണ് ടോളമിയുടെ മലിയാർഫ ചർച്ച ചെയ്തിട്ടുള്ളത്. ഗ്രീക്കിലും ലത്തീനിലും ഇറ്റാലിയനിലും കാണുന്ന മലിയാർഫ ഇന്നത്തെ മൈലാപ്പൂരിനെ തന്നെയാണ് വിവക്ഷിക്കുക. ഒരു വാക്ക് മറ്റൊരു ഭാഷയിലേക്ക് സ്വീകരിക്കുമ്പോൾ ചില അക്ഷരങ്ങൾക്കുണ്ടാകുന്ന ഉച്ചാരണ പരിണാമമല്ലാതെ മറ്റൊന്നും ഈ പേരിലില്ലെന്ന് ഗ്രന്ഥകാരൻ ബോധ്യപ്പെടുത്തുന്നു. 5ാമത്തെ അധ്യായത്തിൻ്റെ ശീർഷകം ഇന്ത്യയുടെ ആരോപിത അപ്പസ്തോലന്മാർ എന്നാണ്. തോമസ് അപ്പസ്തോലൻ ആദ്യമായി ഇന്ത്യയിൽ സുവിശേഷം എത്തിച്ചു എന്നാണ് പൊതുവെ ആഗോള ക്രൈസ്തവരുടെ അവകാശവാദം. ഈ 1ാം സ്ഥാനത്തിന് അർഹരായി വിശുദ്ധ പന്തേനൂസ്, വിശുദ്ധ ഫ്രുമെൻഷ്യസ്, തെയോഫിലസ് എന്നിവരുടെ പേരുകൾ ചിലർ ഉന്നയിച്ചിരിക്കുന്നു. മെഡ്ലിക്കോട്ട് ഈ ത്രിമൂർത്തികളുമായി ബന്ധപ്പെട്ട ചരിത്ര പരാമർശനങ്ങൾ പരിശോധിക്കുകയുണ്ടായി. ഇവർ ചെയ്തതായി പറയപ്പെടുന്ന സുവിശേഷവേല തീർത്തും നാമമാത്രമോ അപൂർണമോ ആണെന്നും ഭാരതത്തിൻ്റെ പ്രഥമ പ്രേക്ഷിതത്വത്തിൽ നിന്നുള്ള അർഹത അവർക്കില്ലെന്നും മാർത്തോമായ്ക്ക് സമശീർഷരായി മറ്റാരുമില്ലെന്നും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. പന്തേനൂസ് സന്ദർശിച്ചത് നമ്മുടെ ഇന്ത്യയല്ലെന്നും അദ്ദേഹം എത്തിച്ചേർന്നത് അറേബ്യയുടെ താഴത്തെ അറ്റത്ത് സബേയർ താമസിച്ചിരുന്ന ഇൻഡീസിൽ ആയിരുന്നു. അവിടെ
ആദ്യം സുവിശേഷം എത്തിച്ചത് വിശുദ്ധ ബാർത്തലോമ്യ ആണെന്നും ഗവേഷകൻ സമർത്ഥിച്ചിരിക്കുന്നു. മാനിയുടെ ശിഷ്യനായ തോമസ് ഇന്ത്യ സന്ദർശിച്ചുവോ എന്ന ചോദ്യമാണ് 6-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. മാനിയുടെ ശിഷ്യത്രയത്തിലെ ഒരാളായ തോമസ് ഇന്ത്യയിലേക്കല്ല, യൂദയിലേക്കാണ്. ഇന്ത്യയിൽ പ്രസംഗിച്ചത് വിശുദ്ധ തോമസ് അല്ല, പിന്നെയോ മാനിയുടെ ഒരു ശിഷ്യനാണ് എന്നു ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനം ശുദ്ധ അസംബദ്ധമാണെന്ന് മെഡ്ലിക്കോട്ട് യുക്തിഭദ്രമായി തെളിയിച്ചിട്ടുണ്ട്. പ്രബന്ധത്തിൽ ഇനി ശേഷിക്കുന്നത് അനുബന്ധമാണ്. അതാകട്ടെ അത്യന്തം ചിന്തോദ്ദീപകവും വിജ്ഞാനപ്രദവും സാമാന്യം ദൈർഘ്യമേറിയതുമാണെന്ന് പറയാതിരിക്കുന്നത് അന്യായമായിരിക്കും. തോമസിൻ്റെ നടപടികളുടെ ഒരു വിമർശനാത്മക അപഗ്രഥനം എന്നാണ് ശീർഷകം. ഹ്രസ്വമായ ഒരു ആമുഖത്തോടെ ആരംഭിക്കുന്ന അനുബന്ധം 3 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ആകെയുള്ളത് 29 ഉപശീർഷകങ്ങൾ. 1 മുതൽ 6 വരെ 1-ാം ഭാഗം, 7 മുതൽ 18 വരെ 2-ാം ഭാഗം, 19 മുതൽ 29 വരെയുള്ളത് 3-ാം ഭാഗം. 3 അധ്യായങ്ങളിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുടെ വിശദീകരണം ഇവിടെ കാണാം. തോമസിൻ്റെ എന്ന പോലെ വിശുദ്ധ തെക്ലായുടെയും വിശുദ്ധ അന്ത്രയോസിൻ്റെയും നടപടികളും ഇവിടെ വിലയിരുത്തപ്പെടുന്നു. തോമാചരിതം സംബന്ധിച്ചുള്ള സുറിയാനി, ഗ്രീക്ക്, ലത്തീൻ ഭാഷ്യങ്ങൾ താരതമ്യം ചെയ്തിട്ടുണ്ട്. പ്രാചീനവും സമകാലീനവുമായ രേഖകളും സാക്ഷ്യങ്ങളും തേടിപ്പിടിക്കാൻ ഗ്രന്ഥകാരൻ ചെയ്ത കഠിനാധ്വാനം എത്ര പ്രകീർത്തിച്ചാലും അധികമാവില്ല. മെഡ്ലിക്കോട്ടിൻ്റെ ബഹുഭാഷാ അവഗാഹം അപാരം തന്നെ. വിസ്താര ഭയത്താൽ വിശദീകരണമൊന്നുമില്ലാതെ 29 ഉപശീർഷകങ്ങൾ മാത്രം ചുവടെ ചേർക്കുന്നു. ഭാഗം 1 മാനദണ്ഡങ്ങൾ. 2 നടപടികൾ ഒരു കെട്ടുകഥയോ. 3 ഒരേ കാര്യം 2 വിഭിന്ന കാഴ്ചപ്പാടുകൾ. 4 ജ്ഞേയവാദികളും നടപടികളും. 5 പിന്തുണയ്ക്കുന്ന കാരണങ്ങൾ. 6 നടപടികൾക്ക് ബാധകമായ മാനദണ്ഡങ്ങൾ. ഭാഗം 2 7 അബ്ദിയാസ്, അദ്ദേഹത്തിൻ്റെ വിവരസമാഹാരം. 8 തോമാസിൻ്റെ നടപടികൾ, മൂലഭാഷ. 9 നടപടികളുടെ സുറിയാനി പാഠരൂപം. 10 ഗ്രീക്ക് ഭാഷ്യം. 11 ലത്തീൻ ഭാഷ്യം. 12 മറ്റു ഭാഷ്യങ്ങൾ. 13 തെക്ലായുടെ നടപടികൾ. 14 നടപടികളുടെ പുനർനിർമ്മിതി. 15 ജ്ഞേയവാദികളുടെ വക കൂട്ടിച്ചേർക്കൽ. 16 അന്ത്രയോസിൻ്റെ നടപടികളും അവർ ദത്തെടുത്തു. 17 ടൂർസിലെ വിശുദ്ധ ഗ്രിഗറി. 18 വിശുദ്ധ ഗ്രിഗറി. ഭാഗം 3 19 ആമുഖം. 20 തോമസിൻ്റെ പ്രഥമ ദൗത്യം. 21 സ്വപ്നദർശനത്തിൻ്റെ കഥ. 22 കൂടെ കൂടെ മാറ്റം വരുത്തിയ സുറിയാനി പാഠം. 23 നാടകീയവൽക്കരിക്കപ്പെട്ട നടപടികൾ. 24 തോമസിൻ്റെ 2-ാം ദൗത്യ ചർച്ച. 26 ഒരു സാങ്കല്പിക കൂട്ടിച്ചേർക്കൽ. 27 അധ്യായം 7 വിവരണം. 28 അധ്യായം 8 ഏഷ്യൻ ജ്ഞേയാത സംഘങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. 29 തെക്ലായുടെയും തോമസിൻ്റെയും നടപടികളിൽ സൈദ്ധാന്തിക കൂട്ടിച്ചേർക്കലുകൾ. മാർത്തോമായുടെ പൈതൃകം പേറുന്ന തൃശ്ശൂരിൻ്റെ പ്രഥമ മെത്രാൻ തൻ്റെ സമുദായക്കാർക്കും ചരിത്രാന്വേഷികൾക്കും വേണ്ടി സമർപ്പിച്ച തിരുമുൽക്കാഴ്ചയാണ്, അക്ഷയഖനിയാണ് ഇന്ത്യയും തോമസ് അപ്പസ്തോലനും എന്ന ഗ്രന്ഥം. അദ്ദേഹത്തിൻ്റെ ഈ സദുദ്യമത്തെ അർഹമായ വിധത്തിൽ സ്വീകരിക്കാനോ വേണ്ട വിധത്തിൽ മാർത്തോമാ മക്കൾക്ക് പ്രയോജനപ്പെടുത്താനോ നമുക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത് അദ്ദേഹത്തോടും ഈ പുസ്തകത്തോടും ചരിത്രത്തോടും ചെയ്യാവുന്ന ഒരു അവഹേളനം തന്നെയാണ്. എത്രയും വേഗം ഈ പോരായ്മ പരിഹരിക്കപ്പെടുമെന്ന് കരുതാം. മെഡ്ലിക്കോട്ടിൻ്റെ ഈ കൃതി ഒരു തവണയെങ്കിലും വായിച്ചവർ തോമാസ് ലീഹായുടെ ഭാരത പ്രേക്ഷിതത്വം അവിശ്വസിക്കുകയില്ലെന്നു മാത്രമല്ല, അവർ ആ മഹാഭാഗ്യത്തിൻ്റെ പ്രചാരകരായി മാറും. സത്യം പ്രഘോഷിക്കപ്പെടണമല്ലോ. നമ്മുടെ ചരിത്രം, തലമുറകൾ കൈമാറിയ വിശ്വാസം പഠിച്ചറിയാൻ മലയാളിയല്ലാത്ത ഈ മെത്രാൻ പ്രകടിപ്പിച്ച താൽപ്പര്യത്തിൻ്റെയും അനുഭവിച്ച സഹനത്തിൻ്റെയും ഒരംശമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ
നാം ഇത് പൂർണ്ണരൂപത്തിൽ കണ്ടെത്തി കയ്യിലെടുത്ത് വായിക്കുകയും വായിപ്പിക്കുകയും ചെയ്യും. ചെയ്യാതിരിക്കില്ലെന്ന് തീർച്ച. മാർത്തോമാ സ്നേഹിയും മഹാനുഭവനുമായ മെഡ്ലിക്കോട്ട് മെത്രാന് പ്രണാമപുഷ്പങ്ങൾ. സാന്തോം സ്മൃതി. സാന്തോം സ്മൃതിയുടെ ദൃശ്യശ്രാവ്യ രൂപത്തിലെ ഒരു ലേഖനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. തുടർന്ന് കേൾക്കുവാനും കാണുവാനും യൂട്യൂബ് സന്ദർശിക്കുക. പുസ്തകരൂപം തയ്യാറാക്കിയിരിക്കുന്നത് പാട്രൺ മാർ ആൻഡ്രൂസ് താഴത്ത്, ആർച്ച് ബിഷപ്പ് ഓഫ് തൃശൂർ. അഡ്വൈസറി ബോർഡ് പ്രൊഫസർ ജോർജ് മേനാച്ചേരി, റവറൻ ഡോക്ടർ പോൾ പുളിക്കൻ, റവറൻ ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ. ചെയർമാൻ റവറൻ ബ്രദർ ജോസ് ചുങ്കത്ത് MMB. വൈസ് ചെയർപേഴ്സൺ റവറൻ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ, സിസ്റ്റർ വെൺമ CSC. എഡിറ്റർ മിസ്റ്റർ ബാബു ചിറ്റിലപ്പള്ളി. പബ്ലിഷ്ഡ് ഓൺ 3 July 2024. ഡിസൈൻ smritidesign.com. പ്രിന്റിംഗ് അനസുര ഓഫ്സെറ്റ്, കൊച്ചി. പബ്ലിഷ്ഡ് ബൈ കാത്തലിക് ആർച്ച് ബിഷപ്സ് ഹൗസ്, ഈസ്ഫോർട്ട്, തൃശൂർ, കേരള. പുസ്തകത്തിൻ്റെ ദൃശ്യ ശ്രാവ്യരൂപം തയ്യാറാക്കിയിരിക്കുന്നത് ദൃശ്യശ്രാവ്യ സംവിധാനം ബാബു ചിറ്റിലപ്പള്ളി. സ്റ്റുഡിയോ ഹലോ റേഡിയോ തൃശൂർ. ഓഡിയോ ഡിസൈനർ പോൾ G. എഡിറ്റിംഗ് ആൻഡ് വിഷ്വൽ മേക്കിംഗ് സൂരജ് രാജ്. വായനാ ശബ്ദം വിൻസെന്റ് ചിത്രം. നിർമ്മാണം തൃശൂർ അതിരൂപത.